എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ദിവസം നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു ദിവസമാണെന്നും പലരും അറിയുന്നില്ല. എന്നാൽ അറിയുന്നവരുണ്ട്. അത് എണ്ണത്തിൽ വളരെ കുറച്ചു മാത്രം. മറിച്ച് ഏറ്റവും കൂടുതൽ അതാണ്ട് 99% ആൾക്കാരും ഈ ദിവസത്തെക്കുറിച്ച് ഓർക്കാറില്ല. കാരണം എന്താണെന്ന് അവർ മറന്നു പോകുന്നു, അവർ അറിയാതെ പോകുന്നു. മറ്റൊന്നുമല്ല, ഇന്നത്തെ സുപ്രഭാതം നമുക്ക് ഈശ്വരൻ തന്നത് വീണ്ടും ഈ ലോകത്ത് ഒരിക്കൽ കൂടി ഈ ലോകത്തെ കാണാൻ സാധിക്കുന്നു, ഈ പ്രഭാതത്തെ കാണാൻ സാധിക്കുന്നു, ബന്ധുജനങ്ങളെ കാണാൻ സാധിക്കുന്നു, പ്രകൃതിയെ ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇത് വലിയൊരു ഭാഗ്യമാണ്. നാം എന്തു കൊടുത്താലും നമുക്ക് കിട്ടാത്ത ഒരു വസ്തുതയാണ്. അത് എല്ലാവരും ഓർത്തിരിക്കേണ്ടത് നന്നായിരിക്കും. നാം നമ്മുടെ ഓരോ ചലനങ്ങളും, ഇന്നത്തെ ഓരോ പ്രവർത്തനങ്ങളും നാം ഉണരുമ്പോൾ തന്നെ നാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്, നാം ഒന്ന് വീക്ഷിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നാം ഈശ്വരനോട് ധ്യാനിക്കേണ്ടത് എല്ലാവർക്കും നല്ലത് വരണേ, പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കൾക്ക്. ഒന്ന് മനസ്സിലാക്കുക, ഏതൊരു മനുഷ്യനും ശത്രുക്കളുണ്ടാകണം, ഏത് രാജ്യത്തിനും ശത്രുക്കളുണ്ടാകണം. എല്ലാത്തിനും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ മാത്രമേ അത് ജീവിക്കാനും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നാം ആർജിക്കാൻ ശ്രമിക്കത്തുള്ളൂ. നമുക്ക് അധ്വാനിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാകില്ല. അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. ഇതൊരു ഒരു 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 ജീവിത സത്യമാണ്. നാം രാവിലെ ഉണരുന്നു, തിരക്ക് പിടിക്കുന്നു, നാം നമ്മുടെ ജോലി സ്ഥലത്ത് പോകുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. ഇതെല്ലാം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. പലരും പല കാര്യങ്ങളായി പോകുന്നു, പലരും പല വിശ്വാസത്തിൽ പല ലക്ഷ്യത്തിലേക്കുള്ള ദിവസങ്ങളായിരിക്കും ഇന്ന് അവർ കരുതി വച്ചേക്കുന്നത്. ഒരു പക്ഷേ ആ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തുന്നു, അവർ പൂർണ്ണത കൈവരിക്കുന്നു. എന്നാൽ ഇതിൽ ചില കൂട്ടരുണ്ട്, വളരെ നാളുകളായി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആഗ്രഹിച്ച ഒരു കാര്യം നടക്കേണ്ട ഇന്നത്തെ ദിവസമാണെങ്കിൽ ഒരു പക്ഷേ അതിന് എന്തെങ്കിലും കൊച്ചു തടസ്സം വന്നുകൂടായികയില്ല. നാം എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ ഒന്ന് ആലോചിക്കണം, എപ്പോഴും 1% നാം പ്രതീക്ഷിക്കുന്നതിന് തടസ്സം നേരിട്ടേക്കാം. അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാ പ്രവർത്തനം തകർന്നു തീർന്നു എന്നല്ല. ഒരു പക്ഷേ അത് നല്ലതിനായിരിക്കാം. കാരണം ചെറിയൊരു തടസ്സങ്ങളിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുന്നു ചെറിയ ഒരു കുഞ്ഞു തടസ്സത്തിൽ കൂടി. കാരണം അതിനെന്തെങ്കിലും കാരണമുണ്ടാകും, നാം അറിയാത്ത കാരണം, പക്ഷേ ഈശ്വരൻ അറിയുന്ന കാരണവും. അതിന് നിങ്ങളെ സുരക്ഷിതമാക്കി ആക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ കുഞ്ഞൊരു തടസ്സം സൃഷ്ടിച്ചത്. അത് ഈശ്വരനിൽ നിന്നാണ് അതുണ്ടായെന്ന് നിങ്ങൾ സമാധാനപ്പെടുക. ഒരിക്കലും അതിന് മറ്റുള്ളവരെ പഴിചാരേണ്ട. നിങ്ങളെ ഉപദ്രവിക്കുന്നവർ നിങ്ങൾ ശിക്ഷിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ അവരും നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ എന്ത് ചെയ്ത് തന്നാലും അത് നല്ല രീതിയിൽ ചെയ്യുക. അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ടും ഉടൻ കിട്ടും. പക്ഷേ കഴിവതും നല്ല കാര്യങ്ങളുടെ റിസൾട്ട് വരുന്നത് എപ്പോഴും വളരെ വൈകിയാണ്. അത് ലോകത്തിൻ്റെ എപ്പോഴും ഗതി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓരോ രാഷ്ട്രങ്ങളും, നമ്മുടെ ഇന്ത്യ തന്നെ ഇത്ര കണ്ട് ഓരോ ദിവസവും മുന്നേറുന്നതിൻ്റെ അത് പിൽക്കാലത്തിൽ വർക്ക് ചെയ്യുന്ന ആ സാരഥികളുടെ നേട്ടം കൂടിയാണ്. നമ്മൾ അവരെ മറക്കുന്നു. പലരും, പ്രത്യേകിച്ച് പൊളിറ്റിക്സിലുള്ളവർ, അവരുടെ സ്വന്തം താല്പര്യങ്ങളെ മനുഷ്യനോട് വിളിച്ചു പറയാനും, എന്നാൽ അവർ ഇരിക്കുന്ന ഈ ഡയസ്, ആ മേട, ആ പീഠം
മറ്റു പലരും ഇരുന്നതാണ്. അവരുടേതായ ഒത്തിരി നല്ല കാര്യങ്ങൾ അവർ ചെയ്തു പോയിട്ടുള്ളവരാണ്. അർത്ഥം അതിനെ നമ്മൾ വിസ്മരിക്കരുത്. പല നേതാക്കളും പല കാര്യങ്ങളും വിസ്മരിക്കപ്പെടുന്നു. അത് അവരുടെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, പക്ഷേ അതിനൊരു ലോങ് സ്റ്റാൻഡിങ് ഉണ്ടാവില്ല. ഇന്നത്തെ നമ്മുടെ ഭരണം വെച്ചിങ്ങനെ ഇന്ന് മോദി പലതും ചെയ്യുന്നു. നാളെ ഭരണം മാറി വരുമ്പോൾ ഇന്ന് മോദി ചെയ്തതിൻ്റെ ഫലം കൂടിയാണ് അവർക്ക് ലഭിക്കുന്നതെന്ന് ഓർക്കുന്നില്ല. അത് രാഷ്ട്രീയക്കാർ ഒന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കണം. ഞാൻ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, നാം എന്ത് ചെയ്താലും നല്ലത് ചെയ്യുക, നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ആലോചിക്കുക, ഒപ്പം ഈശ്വരനെ ധ്യാനിക്കുക. ഇന്നത്തെ ദിവസം, ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് പലതും അറിയാനുണ്ട്, കാണാനുണ്ട്. അതുകൊണ്ട് മാത്രം നാം നമ്മുടെ ജീവൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും ഒന്ന് പറയാനുള്ളൂ, ആരെയും മോശമായി കാണണ്ട. നമ്മുടെ മുന്നിൽ ആരെങ്കിലും ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായം ആവശ്യപ്പെട്ടാൽ സാധിക്കുന്നെങ്കിൽ അത് സാധീകരിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ രാത്രി ഉറക്കത്തിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, ഇന്ന് നാം ആർക്കെന്തെങ്കിലും ചെയ്തോ, നല്ലൊരു കാര്യം ചെയ്തോ ഒന്ന് ഓർക്കണം. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് ഈശ്വരൻ്റെ ഒരു കടാക്ഷമെന്ന് കൂടി കാണുക. നാളെയും നല്ലൊരു ദിവസം ഇന്നൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം ഇന്നത്തെ ദിവസങ്ങൾ നാം കാണേണ്ടത്. വീണ്ടും നാളത്തെ ഒരു ദിവസത്തിൽ നാം എല്ലാവരും കാണണം. ഈശ്വരൻ അതിനെ അനുഗ്രഹിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന നമ്മിലെല്ലാവരും ഉണ്ടാകണം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.